യാത്ര പോയിട്ട് വന്ന് അടുത്ത ദിവസം തന്നെ ഒരു ഫങ്ഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതും പെട്ടെന്നുണ്ടായ ഒരു ഫങ്ഷൻ. എന്തൊക്കെ ജോലികളാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ വേണം. അയ്യോ, നമ്മൾ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ കേട്ടോ നോർത്തിൽ നിന്ന്. അപ്പോഴേക്കാണ് അറിയുന്നത് ചീമയുടെ 7th മന്ത് സെറിമണിക്കൊപ്പം വളക്കാപ്പ് ഫംഗ്ഷൻ നടത്തുന്നുണ്ടെന്ന്. 7th മന്ത് സെറിമണി നടത്തുന്നു എന്ന് നമ്മൾ പോയപ്പോഴേ അറിഞ്ഞു. വളക്കാപ്പ് നടത്തുന്ന കാര്യം പെട്ടെന്ന് തീരുമാനിച്ചതാട്ടോ. പണി പാളിയല്ലോ ദൈവമേ. ഉടനെ തന്നെ നമ്മുടെ അശ്വതിയെ വിളിച്ചു. ഹെന്ന ചെയ്ത് തരാമോ, ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ബിസിയാണ്, എങ്കിലും വന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെന്ന അശ്വതി ചെയ്തു. എന്നാൽ മാത്രമല്ലല്ലോ, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം സെറ്റാക്കണ്ടേ. അപ്പം നമ്മുടെ അനിയത്തിയുടെ കാര്യമാകുമ്പോൾ നമ്മുടെ കാര്യം പോലെ തന്നെ നിന്ന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇന്ന് വെളുപ്പിനാണ് നമ്മൾ ലാൻഡ് ചെയ്തത്, അതുകൊണ്ട് ഒന്നും ഓടി നടന്ന് കറക്റ്റ് അങ്ങ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഉള്ള സമയം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നല്ലതാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോലെ സുന്ദരിയായിട്ട് നമ്മുടെ അനിയത്തിക്കുട്ടി നിൽക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടി മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒന്നും സമയത്തൊന്നും ഈ വളക്കാപ്പോ ഇങ്ങനെയുള്ള ഫങ്ഷൻസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. ഇത്രയും വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊട്ട് നമ്മൾ വലിയ ഇത് കാണിക്കുകയില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് വളക്കാപ്പും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഒരു ഫങ്ഷൻ വരുമ്പോൾ അതിനെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ സെറ്റാക്കാൻ ശ്രമിക്കും. ശരിക്കും പറഞ്ഞാൽ ചീമയുടെ പ്രഗ്നൻസി എൻ്റെ പ്രഗ്നൻസി പോലെ തന്നെ ഞാൻ ആഘോഷിക്കാം കേട്ടോ. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതിലൂടെ അവളിലൂടെ നമ്മൾ ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രഗ്നൻ്റ് അവളാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ആഘോഷങ്ങളും കൊട്ടും മേളങ്ങളും ഒക്കെ നമ്മൾ അതിൽ വലിയ രീതിയിൽ തന്നെ പങ്കുവഹിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു യൂട്യൂബ് ചാനൽ കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നും. വീഡിയോസൊക്കെ എടുക്കാനും ഇടാനും ഒക്കെ ഭംഗി കൂട്ടാനായിട്ട് ഓരോന്ന് ചെയ്യാനായിട്ട് തോന്നും. അതിനിതുപോലെ കുറച്ച് പേരുണ്ടാവും. അശ്വതിയെ പോലെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ വന്ന് ചെയ്തു തരും, ഫ്രീ ആണെങ്കിൽ കേട്ടോ. അതൊരുപാട് സന്തോഷമുള്ള കാര്യമാണേ. എന്തായാലും ഓരോ കാര്യങ്ങളായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെഹന്തി ഇട്ടാൽ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ രാവിലെ മുതൽ അമ്മ ചോറും മീനും കപ്പയൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ലാൻഡ് ചെയ്യും, എനിക്കിത് കൂടിയേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവം രാവിലെ എങ്ങാനും ഞാൻ വന്നാലോ എന്ന് കരുതി 10 മണിയായപ്പോഴേ ലഞ്ച് റെഡിയായി കേട്ടോ. പക്ഷെ ഞാൻ കഴിക്കാൻ ചെന്നതോ വൈകിട്ട് 4 മണിക്കാണ്. 4 മണിക്ക് 4 മണി അതുവരെ ഞാൻ വയറൊഴിച്ചിട്ടിരുന്നു കേട്ടോ. എന്നിട്ടൊരു പിടി പിടിച്ച് ചോറും കപ്പയും മീൻകറിയും പിന്നെ തോരനും ഒക്കെ വെച്ച് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിക്കനും ഉണ്ടായിരുന്നു, ആ ചിക്കനും വെച്ച് കഴിച്ചു കേട്ടോ. എല്ലാം കൂടി കഴിച്ച് വയറ് നിറഞ്ഞ് പൊട്ടിപ്പോയി കേട്ടോ. സത്യമായിട്ടും വയറ് നിറഞ്ഞതറിഞ്ഞില്ല, അത്രയ്ക്ക് ആക്രാന്തത്തോടെ കഴിച്ചു. 15 ദിവസം 15 വർഷം പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ അമ്മ, ഞാൻ തീറ്റയും വെള്ളവും കുടിക്കാതെയും കഴിക്കാതെയും കിടന്ന ഏതോ നാട്ടിൽ നിന്ന് വന്ന കണക്കായിരുന്നു എൻ്റെ ആക്രാന്തം പിടിച്ച തീറ്റി. എന്തായാലും ഓൾ സെറ്റ്. ഇനി നാളത്തെ വിശേഷം കാണാം.